ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കുകയാണ്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ലേറ്റ് ആയിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 10:20 ആയിട്ടുള്ളത് സമയം. കുളിയൊക്കെ കഴിഞ്ഞു, നേരത്തെ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പത്തിരി ആയിട്ടുണ്ടായിരുന്നത്. ഇത് നെയ്യൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് മൈദ വെച്ചിട്ടുള്ളൊരു പത്തിരി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പത്തിരി. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, കോഴിമുട്ട പുഴുങ്ങിയതും പാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കഴിച്ചത്. നേരെ കോട്ടയ്ക്കലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് പർച്ചേസിങ് ചെയ്യാലോ വെച്ചിട്ട് അങ്ങനെ പോവാട്ടോ. അപ്പോൾ അവൾ കോട്ടയ്ക്കലേക്ക് വരും, ഞാനിപ്പോൾ ഓട്ടോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ കോട്ടയ്ക്കിലുള്ള സീനത്തിലേക്കാണ് കേട്ടോ പോയത്. കട്ട് പീസ് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അവൾക്ക് കട്ട് പീസ് വാങ്ങാണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങൾ എപ്പോഴും ഇവിടേക്കാണ് വരാറ്. നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ പുതിയ സീനത്തിലിട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ് ഇങ്ങോട്ട്. എന്നിട്ട് അവൾക്ക് ചുരിദാറിനുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഈ മെറ്റീരിയലിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനവിടെ കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു വയലറ്റ് കളറ് കട്ട് പീസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാനത് വാങ്ങണോ വാങ്ങേണ്ടി വെച്ച് നിന്നിട്ട് വേറൊരു പിങ്കാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ നടന്ന് പോവുകയാണ്. നമുക്ക് വേറെ സ്ഥലത്തും പോകാനുണ്ട്. വീഡിയോ എടുത്തെടുത്ത ഹായ് പറയടി. ഹായ്. എവിടെ പോയാലും മിസ് ചെയ്യാത്തൊരു കാര്യമാണല്ലേ ഫുഡ്. അപ്പോൾ കുറേ ദിവസമായി ഷവർമ കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷവർമ കഴിക്കാൻ വേണ്ടി കെയർ ബാക്കിലായിട്ട് കയറിയത്. അപ്പോൾ അവിടെ പോയിട്ട് ഷവർമ കഴിച്ചു. ഇടയ്ക്ക് ഞാനും അവളും കൂടി തന്നെ സൺഡേ ഇങ്ങനെ പുറത്തൊക്കെ പോരാട്ടം. നല്ല അടിപൊളി വൈബാണ്. രണ്ടുപേരും ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സായിട്ട്. അപ്പോൾ നല്ല രസമാണ്. ഞങ്ങളുടെ ആ ഒരു കമ്പനി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വീണ്ടും ഒരു ഷോപ്പിൽ കയറിയതാണ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. കോട്ടയ്ക്ക് തന്നെ ഉള്ള ഒരു ഷോപ്പിൽ കയറിയതാണ്. നമ്മൾ ഈ മൊബൈലിൽ കാണുന്ന ഒരു ക്ലിയർ ഇല്ല. ഇൻസ്റ്റയിൽ എടുത്തോക്കെ ഞാൻ ആ ഡ്രസ്സ് എന്തായാലും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്കെന്തോ ഒരു ഷേപ്പില്ലാത്ത പോലെ ഫീൽ ചെയ്തു. എന്നിട്ട് പിന്നെ നേരെ ഞാൻ കോട്ടയ്ക്കപ്പുറം കാണാനായിട്ടാണ് പോയത്. അപ്പോൾ മെയിനായിട്ട് വൈകുന്നേരം കോട്ടയ്ക്കപ്പുറം കാണാനേ വെച്ചിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ തന്നെ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ അത് നേരെ കോട്ടയ്ക്കപ്പുറം കാണാൻ വേണ്ടി പോയി. പുറത്തു നിന്നാട്ടോ നമ്മളിതൊക്കെ കണ്ടത്. പൂരം കാണാൻ വേണ്ടിയിട്ട് ഞാനും മമ്മിയും പിന്നെ അയൽവാസി ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് അവൾ വീട്ടിൽ പോയി. ഞങ്ങളെല്ലാവരും കൂടിയാണ് അങ്ങനെ കോട്ടയ്ക്കപ്പുറം കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിത് നടന്ന് നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഭാഗ്യം എൻ്റെ വീട്ടിൽ കുത്തനെ ഓറഞ്ചാണ് കണ്ടുപിടിച്ചത്. നല്ല ഭംഗിയുണ്ട്. അതിന് എല്ലാത്തിനും ഉണ്ടല്ലോ പൊട്ടോണ്ടൊക്കെ. അമ്മ ഞങ്ങൾ പോയി വരാം.
കോട്ടയ്ക്കപ്പുരം കാണാൻ പോയപ്പോൾ പാവക്കുട്ടികളുടെ ഒരു സെക്ഷൻ കണ്ടപ്പോൾ അവിടെ നിന്നതാട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവക്കുട്ടി എന്ന്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ അവിടെ എല്ലാവരും നിൽക്കും, എന്നിട്ട് പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയതൊന്നുമില്ല കേട്ടോ. വാങ്ങിക്കോ അമ്മ. കുഞ്ഞുണ്ടല്ലേ, കുഞ്ഞു വർണീസ്. എന്റെ അമ്മയുടെ അതിവിടെ ഇഷ്ടമായിട്ടാ ചെറുതൊക്കെ സന്തോഷായ എൻ്റെ അമ്മൂസിൻ്റെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ. സാധാരണ ഞാനാട്ടോ പാവക്കുട്ടിയൊക്കെ വാങ്ങിയിട്ട് അമ്മേനെ മുടിപ്പിക്കാറ്. പക്ഷേ ഇപ്രാവശ്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ കുഞ്ഞു പാത്രങ്ങളൊക്കെ അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങളിതാ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ട് നടക്കുകയാണ് ഇതെല്ലാം കൂടെ ആയിട്ട്. അന്ന് വാങ്ങിയത് ഹായ് വാ ഇവിടെ നോക്കേ വാങ്ങിയില്ലേ. പാവക്കുട്ടികളെ നീക്കി കാണിച്ചല്ലേ. പ്ലീസ് 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 വരൂ. അമ്മ പാവക്കുട്ടിയെ ആദ്യം കാറുകളും മോട്ടോർ സൈക്കിളുകളും ചരിഞ്ഞ വിരലക്കിണറിൽ തലങ്ങും വിളങ്ങും ഇനങ്ങൾ തലങ്ങും ഓടിച്ചുകൊണ്ട് കിടക്കുന്ന ഈ സാഹസിക പ്രകടനങ്ങളെ അങ്ങനെ പൂരപ്പറമ്പ് പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്, അപ്പോൾ അധികമൊന്നും വാങ്ങിയില്ല. ചെടിച്ചട്ടി വാങ്ങാണ്ടായിരുന്നു അമ്മയ്ക്ക്. പിന്നെ കുഞ്ഞു പാത്രങ്ങൾ കാണിച്ചില്ല, അങ്ങനെ കുഞ്ഞു ഭരണിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടൊക്കെ വാങ്ങിയിട്ടാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ, അമ്മയുടെ കയ്യിൽ കണ്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വീണ്ടും ഞങ്ങളിത് അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ വേണ്ടി നല്ല ലൈറ്റിംഗ് ഒക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ, കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പാട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ BH റോഡിൻ്റെ കൂടെയാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഈ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല ലൈറ്റിങ് കാര്യങ്ങളും കൊടുത്ത് നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. റോഡിൻ്റെ ഫുൾ സൈഡിലും ഇതുപോലെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ലൈറ്റിങ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. ഈ ഒരു ഫുൾ റോഡും ഇതുപോലെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ BH റോഡ് ഫുൾ അതുപോലെ അലങ്കരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നടന്നു പോകണം. നമുക്ക് കോട്ടയ്ക്കൽ സ്റ്റാൻഡിലെത്തിയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിങ്ങിലാട്ടോ ഇങ്ങനെ നടന്നു പോകണത്. ഇതൊരു ഷോർട്ട് വഴിയാണ്, അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. സ്റ്റാൻഡിലെത്തി നമ്മൾ ഓട്ടോയിലൊക്കെ കയറി എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ തന്നെ തിക്കി കുത്തി ഇരിക്കുകയായിരുന്നു. ഞാൻ അമ്മേൻ്റെ മടിയിലൊക്കെ ഇരുന്ന് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.